മലയാളത്തിന്റെ പ്രിയ നടൻ സലീം കുമാറിന് നാടിന്റെ കണ്ണീർ പ്രണാമം. പൊതുദർശനം പറവൂർ ടൗൺ ഹാളിൽ തുടരുകയാണ്. പ്രിയ കലാകാരനെ അവസാന നോക്ക് കാണാൻ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും സിനിമ ആസ്വാദകരും ഒഴുകിയെത്തുകയാണ്. 1 മണി കഴിഞ്ഞും പൊതുദർശനം നീളുകയാണ്. ഉച്ചയ്ക്ക് 3:30 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വിവരങ്ങളുമായി ടൗൺ ഹാളിൽ നിന്നും സെയ്ഫുനിസ അലിയാറും സലീം കുമാറിന്റെ ചിറ്റാറ്റുകരയിലെ വീട്ടിൽ നിന്നും അമൽ സുരേന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം സെയ്ഫുനിസയിലേക്കാണ്. സെയ്ഫുനിസ, 1:30 ഈ പൊതുദർശനം അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം. അതിനിയും നീളുമെന്നാണോ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? നിലവിൽ പൊതുദർശനം തുടരുക തന്നെയാണ്. 1 മണി വരെയാണ് പൊതുദർശനം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി നീളുന്ന സ്ഥിതിയാണ് കാണുന്നത്. കാരണം കൂടുതൽ പേർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിലുള്ളവരും അതല്ലാത്ത ആളുകളുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടായ പറവൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറവൂരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് ഇവിടേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഈ സലീംകുമാറിൻ്റെ മകൻ ചന്തു ഇപ്പോൾ ഒരു യുവതാരം കൂടിയാണ്. അദ്ദേഹം നിരവധി സിനിമകളിൽ ഇപ്പോൾ വേഷമിട്ടു. അദ്ദേഹം അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഓക്കെ ആണെങ്കിലും സൂപ്പർ ഹിറ്റായ സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള യുവ നടന്മാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ പറവൂർ ടൗൺ ഹാൾ നിറഞ്ഞു കവിഞ്ഞ രീതിയിൽ ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവരും അതല്ലാത്ത പറവൂരിലെയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സലീംകുമാറിനെ സ്നേഹിക്കുന്ന ആളുകളുടെയും ഒക്കെ തന്നെ തിരക്ക് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാനായി ഉണ്ട്. ഇപ്പോഴും അത് തുടരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊതുദർശനം കുറച്ചധികം സമയം കൂടി നീളാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അമൃത ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പറവൂരിലേക്ക് കൊണ്ടുവന്നത്. രാവിലെ 9 മണി മുതലാണ് പറവൂരിൽ പൊതുദർശനം തുടങ്ങിയത്. 9 മണി മുതൽ 1 മണി വരെ പറവൂരിൽ പൊതുദർശനമാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 1:15 ആകുന്നു. 1:15 ആകുമ്പോഴും ഇപ്പോഴും നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ക്യൂവിൽ നിൽക്കുന്നത്. പൊതുജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്യൂവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴിങ്ങനെ ക്യൂവിലൂടെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തുനിന്ന് ആളുകൾ ഓരോരുത്തരായി അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ പൂർണ്ണമായും കാണിക്കാതെ അല്ലെങ്കിൽ ഇവിടെ എത്തിയ ആളുകൾക്ക് ഒരു നോക്ക് കാണാനുള്ള അവസരം നൽകാതെ ഇവിടെ നിന്നും മൃതദേഹം നീക്കാനാകില്ല. അതുകൊണ്ട് തന്നെ പരമാവധി പെട്ടെന്ന് ആളുകൾക്ക് കാണാനുള്ള രീതിയിൽ ആളുകൾക്കെല്ലാം കണ്ടു പോകാനുള്ള രീതിയിലുള്ള സൗകര്യം ഒരുക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. സിനിമാ മേഖലയിലുള്ള പലരും അന്തിമോപചാരം അർപ്പിച്ച് പോയി മടങ്ങി. പക്ഷേ കുറേ പേരെങ്കിലും ഇവിടെ തുടരുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. വളരെ വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. കാരണം സലീംകുമാറിന് ഈ കഴിഞ്ഞ 10-40 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധവും വ്യക്തിബന്ധവും ഉള്ള മേഖല സിനിമ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖലയും പ്രവർത്തന മേഖലയും സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവർ ഇപ്പോഴും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏറെ വ്യക്തിബന്ധമുള്ള ആളുകളൊക്കെ ഇവിടെ തന്നെ തുടരുകയാണ്. ഇന്നലെ രാവിലെ സലീംകുമാർ ഗുരുതരാവസ്ഥയിലാണ് എന്നറിഞ്ഞത് മുതൽ ആശുപത്രിയിലേക്ക് എത്തിയവരും ആശുപത്രിയിൽ വിവരങ്ങൾ അന്വേഷിച്ചവരും ഒക്കെയുണ്ട്. ഇന്നലെ രാത്രി മരണവിവരം അറിഞ്ഞ് ഓടിയെത്തിയവരുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ആശുപത്രിയിലേക്കും അതിനുശേഷം പറവൂർ ടൗൺ ഹാളിലേക്കും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ ഒരു നീണ്ട ഒഴുക്കുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ സംസ്കാര ചടങ്ങാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 3:30 അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് സമയം 1 മണിക്കൂറെങ്കിലും കുടുംബത്തിനൊപ്പം അദ്ദേഹത്തിന് എൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിനൊപ്പം കുറച്ചധികം സമയം മറ്റ് തിരക്കുകളില്ലാതെ ഈ വലിയ ബഹളങ്ങളില്ലാതെ വേണം എന്നുള്ളൊരാഗ്രഹം അവർ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കുറച്ചധികം സമയം നീക്കിവെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ടൗൺ ഹാളിലെ തിരക്ക് ഇതുപോലെ അണമുറിയാതെ തുടരുകയാണെങ്കിൽ എത്ര സമയം ഇവിടെ തുടരേണ്ടി വരും എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണ്. ഇന്ന് ശക്തമായ മഴയാണ് ജില്ലയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചിതയൊരുക്കിയിട്ടുണ്ട്. ശക്തമായ മഴയാണെങ്കിൽ വൈകിട്ടാകുമ്പോൾ ചിലപ്പോൾ മഴ കനക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്.